കോഴിക്കോട് മകന്റെ അടിയേറ്റ് അച്ഛൻ കൊല്ലപ്പെട്ടു. കോഴിക്കോട് വെള്ളിപ്പറമ്പ് സ്വദേശി ശശിധരനാണ് മരിച്ചത്. സംഭവത്തിൽ 29-കാരനായ മകൻ അഭിരാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. റിയാസ് കെ ചേരുന്ന വിവരങ്ങളുമായി. റിയാസ്, എന്താണ് ഈ ഒരു അച്ഛനെ കൊലപ്പെടുത്താനുള്ള കാരണമായി പറയുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ദൗർഭാഗ്യകരമായ ഒരു സംഭവം. ഒരുപക്ഷെ സംസ്ഥാനത്ത് ലഹരിക്കെതിരായ വേട്ട ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ സജീവമായി നടക്കുന്നതിനിടെയാണ് ഇത്തരമൊരു ദൗർഭാഗ്യകരമായ ഒരു വാർത്ത നമുക്ക് പങ്കുവെക്കേണ്ടി വരുന്നത് എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. ലഹരിക്കടിമയായ മകൻ അച്ഛനെ അടിച്ചു കൊന്നിരിക്കുന്നു എന്നുള്ള ഒരു ദൗർഭാഗ്യകരമായ വാർത്തയാണ്. ലഹരിയിലായിരുന്നു ഈ മകൻ ഉണ്ടായിരുന്നത്. വെള്ളിപ്പറമ്പിലായിരുന്നു സംഭവം. കോഴിക്കോട് വെള്ളിപ്പറമ്പിലാണ്. വെള്ളിപ്പറമ്പ് മക്കിനിയാട്ട് ശശിധരനാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 12:30 കൂടിയാണ് ഈ സംഭവം നടന്നത്. മകൻ അഭിരാമിന്റെ അടിയേറ്റ് അച്ഛൻ ശശിധരന് ഗുരുതര പരിക്കേൽക്കുകയായിരുന്നു. നേരത്തെ ഇയാൾ, അതായത് ഈ അഭിരാമിനെ ഡി അഡിക്ഷൻ സെന്ററിൽ പോലീസ് 1 മാസം മുൻപ് കൊണ്ടുവിട്ടിരുന്നു. എന്നാൽ ആ അഭിരാമ പിന്നീട് ഇയാൾ, അതായത് തിരിച്ചെത്തി ഇന്നലെ അമ്മയുമായും അച്ഛനുമായും ഒക്കെ വഴക്കുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനിടെയാണ് ഈ അച്ഛന്റെ തലയ്ക്ക് അടിയേറ്റതും പിന്നീട് അച്ഛൻ മരിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുള്ളത്, കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അഭിരാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഭിരാമിനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ചോദ്യം ചെയ്തു വരികയുമാണ് ചെയ്യുന്നത്. ശരി, എന്നാലും കോഴിക്കോടാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. മകന്റെ അടിയേറ്റാണ് അച്ഛൻ കൊല്ലപ്പെട്ടത്. കോഴിക്കോട് വെള്ളിപ്പറമ്പ് സ്വദേശി ശശിധരനാണ് മരിച്ചത്. ഈ സംഭവത്തിൽ എന്തായാലും 29-കാരനായ മകൻ അഭിരാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ ലഹരിക്കടിമയാണ് എന്നതാണ് പോലീസ് പറയുന്നത്. റിയാസ് കെ ആണ് വിവരങ്ങൾ നൽകിയത്.